Hello friends, all കൂട്ടുകാർക്കും the all-rounder guy എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ TPA3116 എന്ന് പറഞ്ഞ ആംപ്ലിഫയർ D2 എന്ന് പറഞ്ഞ ആംപ്ലിഫയർ നമ്മൾ കാറിൽ വെക്കാൻ പോവാണ് ഗൈസ്. അപ്പം വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയുണ്ട് പെർഫോമൻസ് എന്നൊക്കെ നമുക്ക് ഈ വീഡിയോ കൂടെ അറിയാം. ഓക്കെ, അപ്പം വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ TPA3116D2. അപ്പോൾ നേരത്തെ ഇതും പിന്നെ നമ്മുടെ ഈ കാണുന്ന സബ്വൂഫറും കൂടെ നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, അപ്പം ഇതാണ് ഞാൻ ഇതിനകത്ത് വെക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, നമ്മുടെ സബ്വൂഫർ നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ സബ്വൂഫർ നമ്മളിത് വണ്ടിയിൽ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ സബ്വൂഫറിൻ്റെ ബോക്സിൽ നമ്മൾ പ്രോപ്പറായിട്ട് ട്യൂൺ ചെയ്ത ബോക്സ് അല്ല, അതായത് ഡൈമെൻഷൻസ് ഒക്കെ ഓക്കെയാണ്, പക്ഷേ നമ്മുടെ ഇതിൻ്റെ പോർട്ട് നമ്മൾ ട്യൂൺ ചെയ്തിട്ടില്ല. ഇത് ചുമ്മാ ഒരു വേറൊരു സ്പീക്കറിൻ്റെ അതായത് ഊഫർ വെച്ചിട്ടുണ്ടായിരുന്ന ബോക്സിലേക്ക് നമ്മൾ സബ്വൂഫർ വെച്ചതേ ഉള്ളൂ. ഇപ്പോൾ പ്രോപ്പർ ട്യൂൺ ചെയ്ത ബോക്സ് അല്ലാത്തതുകൊണ്ട് മാക്സിമം പെർഫോമൻസ് സബ്വൂഫറിൻ്റെ കിട്ടില്ല. ഓക്കെ, പക്ഷേ ടെസ്റ്റിംഗ് പർപ്പസിന് വേണ്ടി മാത്രമാണ് ഇപ്പം വെച്ചേക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ TPA3116D2 എന്ന് പറഞ്ഞ ആംപ്ലിഫയർ അപ്പോൾ ഇതാണ്. അപ്പോൾ ഇതിനകത്താണ് ഇത് 2.1 ചാനലാണ്. അപ്പോൾ ഇത് രണ്ടെണ്ണം ചാനൽ സ്പീക്കേഴ്സാണ്. ഇത് സബ്വൂഫർ സ്പീക്കറാണ്. ഇത് സബ്വൂഫർ, ഇത് രണ്ടെണ്ണം ചാനൽ സ്പീക്കേഴ്സ്. അപ്പോൾ 2.1 ആണ്. അപ്പം ഇതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറഞ്ഞാൽ ഞാൻ 900 റുപ്പീസിനാണ് ഇത് മേടിച്ചത്. അപ്പം 900 റുപ്പീസിന് വേറെ ഇപ്പോൾ ക്ലാസ് അതായത് മോസ്ഫെറ്റ് ബോർഡൊക്കെ ആണെങ്കിൽ ഒരു 1500-നൊക്കെ നമുക്ക് കാറിൽ വെക്കുന്ന 100 വാട്ട്സ് RMS തന്നെ കിട്ടും. ബട്ട് ഇതിന് വില കുറവാണ്, ഇത് എഫിഷ്യൻ്റാണ്, അതായത് ക്ലാസ് ഡി ആംപ്ലിഫയർ ആണ്. 90% എഫിഷ്യൻസിൽ ഇത് വർക്കാവും. ഓക്കെ, പിന്നെ ഇത് 2.1 ചാനലാണ്. അതിപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ 2 സ്പീക്കറുകൊണ്ട് വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സ്പീക്കറിലേക്ക് കൊടുത്താൽ മതി. സോണി, JBL അങ്ങനത്തെയൊക്കെ സ്പീക്കർ, അതായത് 50 വാട്ട്സ് RMS ആണ് ഒരു ചാനലിന് വരുന്നത്. അതേപോലെ 50 വാട്ട്സിൻ്റെ 2 സ്പീക്കറും കൊടുക്കുക, ഒരു 100 വാട്ട്സ് സബ്വൂഫറും കൂടെ കൊടുക്കാം. അപ്പം സൗണ്ട് ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പം ഈ വണ്ടിയിൽ ഞാനിപ്പോൾ ഇതിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് തന്നെ മേടിച്ചല്ലേ, ഇത് ഞാനിപ്പോൾ ഹോം യൂസിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് പെർമനൻറ്റ് നമ്മൾ വണ്ടി വെക്കുന്നില്ല. പക്ഷേ എത്ര ഇതിനകത്ത് നിന്ന് സൗണ്ട് ക്വാളിറ്റി വരുന്നുണ്ടെന്ന് ഞാൻ ജസ്റ്റ് ഇങ്ങനെ വെച്ച് കാണിക്കാം. ഓക്കെ, നമ്മുടെ സബ്വൂഫറിൻ്റെ വയറാണ് ബാക്കിൽ നിന്ന് വന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇത് സബ്വൂഫറിൻ്റെ ചാനലാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കണക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ സബ്വൂഫറിൻ്റെ വയർ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ തൽക്കാലം ഇതിൻ്റെ അകത്ത് വെക്കാൻ വേണ്ടി വേറൊരു സ്പീക്കറും കൂടെ കൊടുക്കുന്നുണ്ട്. ഇത് അപ്പോൾ ഇത് ഞാൻ നമ്മുടെ ചാനൽ സ്പീക്കറിലേക്ക് കണക്ട് ചെയ്യാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ബാറ്ററി എന്നുള്ള കണക്ഷൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, പ്ലസ് മൈനസ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ചാനൽ സ്പീക്കർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സബ്വൂഫർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഡയറക്റ്റ് ബാറ്ററിന് എടുത്തതാണ്. അപ്പോൾ എങ്ങനെ എടുത്തത് കാണിച്ചു തരാം. ഓക്കെ, നമ്മുടെ വണ്ടിയുടെ ബാറ്ററിന് ഡയറക്റ്റ് കണക്ഷൻ എടുത്തിട്ടുണ്ട് നമ്മുടെ സബ്വൂഫറിലേക്ക്, അതായത് നമ്മുടെ ആംപ്ലിഫയറിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ടെസ്റ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ്, നമ്മൾ പെർമനൻറ്റ് നമ്മൾ ഈ വണ്ടിയിലേക്ക് ഇത് വെക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീട്ടാവശ്യത്തിന് വേണ്ടി വെച്ചേക്കുന്നതാണ്. ഓക്കെ ഗൈസ്, നമ്മളപ്പോൾ എല്ലാം കണക്ഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇത് ബാറ്ററിയിൽ നിന്ന് സപ്ലൈ കൊടുത്തിട്ടുണ്ട്, then ലൈറ്റ് കത്തുന്നുണ്ട്, ബാറ്ററി സപ്ലൈ കിട്ടുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ബ്ലൂടൂത്ത് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ബ്ലൂടൂത്ത് ഒരു മൊബൈലായിട്ട് പെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സൗണ്ട് ക്വാളിറ്റി നോക്കാം. അപ്പോൾ പാട്ട് പ്ലേ ആണ്. ഓക്കെ, അപ്പം പാട്ട് പ്ലേ ചെയ്തിട്ടുണ്ട്. മോനെ പേപ്പർ സൗണ്ട്. ഗൈസ്, നമ്മുടെ ഗ്ലാസ് വരയ്ക്കുന്നതാണോ? ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ബാക്ക് സീറ്റ് വന്നിട്ട് ഇരിക്കുവാണ്. ഓക്കെ, അപ്പം നമുക്ക് ബാക്കിൽ എങ്ങനെ ബി കിട്ടുന്നുണ്ടെന്ന് നോക്കാം. നമ്മുടെ സബ് പുറകിൽ വെച്ചിട്ടുണ്ട്.
മൈക്ക് ഇത് ഇവിടെ തന്നെയാണ് ഉള്ളത്. എനിക്ക് ആ ബാസ് എത്ര മൈക്കിൽ കിട്ടുന്നുണ്ടെന്ന് അറിയില്ല കേട്ടോ. ആക്ച്വലി ഇതിനകത്ത് ഇരിക്കുമ്പോൾ നല്ല സൗണ്ട് ക്വാളിറ്റി കിട്ടുന്നുണ്ട്. ഇതെങ്ങനെ വയറിങ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിനൊരു 1.5 സ്ക്വയർ mm വയർ മതിയാകും. മറ്റേ വയറിങ് കിറ്റ് മേടിക്കുന്ന ആവശ്യമില്ല. ഓക്കെ, അതിലേക്ക് ഒരു 15 amps ഒരു ഫ്യൂസ് കൊടുത്തിട്ട് അതിനെ ഒരു സ്വിച്ച് വഴി നമ്മുടെ ബൂസ്റ്റർ മോഡിലേക്ക് കൊടുത്തിട്ട് അതിനകത്ത് നിന്ന് നമ്മുടെ ആംപ്ലിഫയറിലേക്ക് കൊടുക്കണം. ഓക്കെ, എന്നിട്ട് ഗ്രൗണ്ട് നമുക്ക് ഇത് വണ്ടിയുടെ ബോഡിയിൽ നിന്ന് എടുത്താൽ മതി. ഓക്കെ, കാരണം നമ്മുടെ ഇതിനകത്ത് റിമോട്ട് സ്വിച്ച് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇഗ്നിഷനിൽ കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു സ്വിച്ച് വഴി അല്ലെങ്കിൽ നിങ്ങളുടെ ആക്സസറീസിൽ എക്സ്ട്രാ സ്പേസ് ഉണ്ടെങ്കിൽ അവിടെ കൊടുത്താലും മതി. ഓക്കെ, സോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ സൗണ്ട് ക്വാളിറ്റി ഒക്കെ കണ്ടു. അപ്പം നിങ്ങൾക്ക് ജഡ്ജ് ചെയ്യാം. പിന്നെ ബേസ് എത്രത്തോളം മൈക്കിൽ എടുക്കുമെന്ന് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. ഓക്കെ, മാക്സിമം ഇയർഫോൺ വെച്ചിട്ട് കേൾക്കുവാണെങ്കിൽ നമുക്ക് ആ സൗണ്ടിൻ്റെ ക്വാളിറ്റി മനസ്സിലാവും. ഓക്കെ, പിന്നെ സൗണ്ട് ക്വാളിറ്റിയെ കുറിച്ച് പറയുമെങ്കിൽ JBLൻ്റെ 12 ഇഞ്ച് ആ ഒരു എക്സ്പെക്റ്റേഷൻ വെച്ച് വരല്ലേ. കാരണം ഇറ്റ്സ് ആൻ 8 ഇഞ്ച്, പിന്നെ 100 watts RMS ഉള്ള ഒരു ആംപ്ലിഫയർ ബോർഡാണ്. ഒരു സാധാരണ ഡെയിലി യൂസിന് വേണ്ടിയിട്ട് വെക്കുവാണെങ്കിൽ പെർഫെക്റ്റ് ആണ്. ഡെയിലി യൂസിന് വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി കൂടെ കൂടുതലാണെന്നേ പറയാൻ പറ്റുള്ളൂ സൗണ്ട് ക്വാളിറ്റി. ഓക്കെ, അത്രയും ബേസിൻ്റെ ആവശ്യം നമുക്ക് വരില്ല. നിങ്ങളുടെ ബഡ്ജറ്റ് ഭയങ്കര ടൈറ്റാണ്, അതായത് ബഡ്ജറ്റ് ഒത്തിരി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ല. അതായത് JBLൊക്കെ അങ്ങനത്തെ, സോണി പൈനിയറൊക്കെ അങ്ങനത്തെ ഒരെണ്ണം എടുക്കാനുള്ള കാശില്ല, ചെറുത് വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ TPA വെച്ച് പോകാം. കാരണം ഇത് 2.1 ആയതുകൊണ്ട് നമുക്ക് എക്സ്ട്രാ 2 സ്പീക്കർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം, ഒരു സബും കൊടുക്കാം. ഓക്കെ, ഇതിൻ്റെ തന്നെ നമ്മുടെ മോസ്ഫെറ്റ് ബോർഡ്സൊക്കെ വരും. 1500 രൂപീസിനൊക്കെ മോസ്ഫെറ്റ് ബോർഡ് വരും. അത് മോണോ ആംപ്ലിഫയർ ബോർഡായിരിക്കും. നമുക്ക് എക്സ്ട്രാ സ്പീക്കേഴ്സ് കൊടുക്കാൻ പറ്റത്തില്ല. സെയിം ഇതിൽ തന്നെ ആയിരിക്കും, 12 wattsലായിരിക്കും വർക്കാവുന്നത്. ഓക്കെ, എനിക്ക് അത് അതിനേക്കാളും എഫിഷ്യൻ്റായിട്ട് വർക്കാവുന്ന ക്ലാസ് D ആംപ്ലിഫയേഴ്സ് ആയിരിക്കും. അതുകൊണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ക്ലാസ് Dയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 24 volt ആണ് വേണ്ടിയത്. പിന്നെ മാക്സിമം 10 amperes ഓഫ് കറണ്ട് അത് എടുക്കും. ആക്ച്വലി ഇപ്പം നമ്മുടെ കാറിൻ്റെയൊക്കെ ബാറ്ററി എന്ന് വെച്ചാൽ 12 volts ആണ്. അപ്പം 12 voltsലാണ് വർക്കാവുന്നത്. ഓക്കെ, അതിന് നമുക്ക് സ്റ്റെപ്പ് അപ്പ് മോഡിൽ കിട്ടും. അതിന് ഇവിടെ കാണിക്കാം, ഒരു പടം കാണിക്കാം. അപ്പോൾ ഇതാണ് ബൂസ്റ്റർ മോഡ്യൂൾ. ഇത് മാക്സിമം 35 watts ആണെന്ന് തോന്നുന്നു എടുക്കാൻ പറ്റുന്നത്. പിന്നെ 6 amperes ഓഫ് കറണ്ട് എടുക്കുകയുള്ളൂ. അപ്പം അതിൽ അങ്ങനത്തെ ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ അത് അബൌട്ട് 300 rupees വരും. അതിൽ 24 വെച്ചിട്ട് 6 amperes ഓഫ് കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനേക്കാൾ നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്യും ആംപ്ലിഫയർ. ഓക്കെ, ഇപ്പോൾ നമ്മൾ 12 voltsലാണ് വർക്ക് ചെയ്തത് കാറിൻ്റെ ബാറ്ററിയിൽ. ഓക്കെ, അപ്പോൾ ബൂസ്റ്റേഴ്സ് മോഡിലൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ബൂസ്റ്റർ മോഡിൽ വെക്കുകയാണെങ്കിൽ നല്ല അടിപൊളി പെർഫോമൻസ് കിട്ടും. ഓക്കെ, അപ്പം നിങ്ങൾ ഇതിൻ്റെ പെർഫോമൻസ് എല്ലാം കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നേരത്തെ പറഞ്ഞാൽ കമൻറ്റ് ബോക്സിലിട്ടോ. അപ്പം ഇറ്റ്സ് മീ അഭിലാഷ് സൈനിങ് ഔട്ട്. ബൈ.